താൻ എല്ലാരോടും പറഞ്ഞ് എന്നെ ഒരു മഹാരോഗിയാക്കുമല്ലോ. എടാ, ഇതൊന്നും അത്ര വലിയ കാര്യമുള്ളതല്ല. എന്നും പറഞ്ഞ് താനിരുന്നു. ഇവൻ ആളല്പം പെശക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മകന്റെ കല്യാണം എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് വീട്ടിലേക്ക് വരുമൊന്നും വേണ്ട. കല്യാണം വേണേ 2 ആഴ്ച നീട്ടിവെക്കാം. കല്യാണം ഒന്നും മാറ്റി വെക്കണ്ട. ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വരാം. മോളിങ്ങി വന്നേ. വാ മോളെ. ഏതായി കുട്ടി? ആള് കൊച്ചാണെങ്കിലും കാന്താരിയാണല്ലോ. മോളുടെ പേരെന്താ? വലിയ പവറൊന്നും കാണിക്കണ്ട, വേണ ഇന്ന. മോള് ബെഡിൽ കിടക്കാതെ ഇങ്ങനെ ഓടി നടക്ക. അതിന് രമ്യ മോൾക്ക് അസുഖമൊന്നുമില്ലല്ലോ. പിന്നെ മോൾ ആരുടെയും കൂടെ വന്നാണോ? അല്ല, ഞങ്ങൾ ഈ ആശുപത്രിയുടെ അടുത്ത് താമസിക്കുന്നേ. സൂസിയാണ്ടി ഇല്ലേ, ഇവിടുത്തെ നേഴ്സാ. സുഖമില്ലാതെ കിടക്കുന്ന രോഗികളെ ഞാൻ ദിവസവും വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. ഇവളാളൊരു കൊച്ചു മദർ തെരേസ ആകുന്ന ലക്ഷണം ഉണ്ടല്ലോടോ. അങ്കിൾ, ഈ പോക്കുള്ള അങ്കിൾ ആരാ? അത് കൊള്ളാം. അച്ഛനെ മോനെ നീ അങ്കിളെന്ന് വിളിച്ചാലോ? മോൾ എന്നെ മുത്തശ്ശാന്ന് വിളിച്ചാ മതി. മുത്തശ്ശൻ എന്തുവാ? അച്ഛന്റെ അച്ഛൻ. അപ്പൊ മുത്തശ്ശൻ എന്റെ അച്ഛന്റെ അച്ഛനാ? ചേടാ, ഇവളാകെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. മോളെ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? എന്റെ മമ്മിയാ. വാ മമ്മി. വരൂ. വാ. മോളെ വലിയ കുശൃതിയാണല്ലേ. ഇവിടെ നഴ്സായിരിക്കും. അല്ല, എന്റെ കൂടെ താമസിക്കുന്ന സൂസി ഇവിടുത്തെ നഴ്സാ. ഇവളെ അധികം അടുപ്പിച്ച ദേഹത്തൊന്നും മാറില്ല. സുഖമില്ലാതിരിക്കാണെന്നൊന്നും അവള് നോക്കില്ല. സാരമില്ല, കുഞ്ഞല്ലേ. വാ മോളെ, പോവാ. എഴുന്നേക്ക്. ഞങ്ങള് പോട്ടെ മുത്തച്ഛ. മോള് ദിവസവും വരണം കേട്ടോ. മുത്തശ്ശന് കൂട്ടുന്ന ഒരാള് വേണ്ടേ? വരാം മുത്തച്ഛ. ബാബാ. ടാറ്റാ. ടാറ്റാ അങ്കിൾ. അങ്കിൾ ടാറ്റാ. ടാറ്റാ മുത്തച്ഛ. ടാറ്റാ. വെരി വെരി ഗുഡ് മോർണിംഗ് സ്വീറ്റി. ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് പോകുന്നത്. ഹായ്, അങ്കിളിന്റെ വണ്ടിയാ? അങ്കിളിനെ പോലെ തന്നെ വണ്ടിക്ക് നല്ല ഭംഗിയുണ്ട്. മോള് ചെറുപ്പത്തിലെ തന്നെ വാചകം പഠിച്ച് സുഖിപ്പിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? എനിക്ക് മോട്ടോർ സൈക്കിളിൽ കയറാൻ എന്ത് ഇഷ്ടമാണെന്നോ. ഞാൻ കാറിലും ഓട്ടോയിലും കയറിയിട്ടുണ്ട്. ഇനി ഇതിൽ മാത്രം കയറിയാൽ മതി. എന്നെ ഇതേ കയറ്റി റൗണ്ട് അടിച്ച് ഇവിടെ കൊണ്ട് നാക്കിയാ മതി. എന്നാ കയറിക്കോ. ശരിക്കിരുന്നോണം. അങ്കിളിന് ശരിക്കും ഓടിക്കാറിയോ? എന്നെ താഴെ ഇടുവോ? നീ ആള് മോശമല്ലല്ലോ. കയ്യും കാലും കളിക്ക് താഴെ വീണ്ട മോളെ, സൂക്ഷിച്ചിരുന്നോ. മോളെ, രമ്യ മോളെ, എവിടെ പോയി കിടക്കുന്നു? വാ മോളെ. മമ്മി കാപ്പിട്ട് പോണെങ്കിൽ അങ്കിളിന്റെ പുറകെ കയറി ഇരുന്നാ മതി. ഇതൊരു പീരാണെന്നോ? പെണ്ണിന്റെ ഒരു കിന്നാരം. വരും, വീട്ടിൽ കയറിയിട്ട് പോ. അയ്യോ, ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ. ഞാൻ വൈകുന്നേരം വരാം. അങ്കിൾ ടാറ്റാ. ടാറ്റാ.
മാനേജറുണ്ടോ? അകത്തുണ്ട്. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ബാലേന്ദ്രനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. കുറെ നാൾ ബാംഗ്ലൂർ ടു ബോംബെ ആയിരുന്നു, പിന്നെ ബോംബെ ടു ഡൽഹി. ഞാൻ വന്നത് എന്റെ കുറെ ഫ്രണ്ട്സിന് ഗൾഫ് കൺട്രീസിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അവരെ ടിക്കറ്റ് ഒന്ന് ശരിയാക്കണം. എത്ര പേരുണ്ട്? 10-12 പേരുണ്ടാവും. എന്നത്തേക്കാ? 1-ാം തീയതി പോകണമെന്ന് അവർ പറയുന്നത്. ജസ്റ്റ് പ്ലീസ് കം വിത്ത് ചാർട്ട്. യെസ് സർ. ഞാൻ പൊസിഷൻ അറിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറയാം. ഓ മതി, എന്നാ ഞാൻ മറ്റേ. ഓക്കെ. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. പനിയുണ്ടോ? കണ്ണുമുഖമെല്ലാം വല്ലാതിരിക്കുന്നു. ദേഹത്തിനെല്ലാം വല്ലാത്ത വേദന. അകത്ത് പനിയുണ്ടായിരിക്കും. മോളിങ് വന്നില്ലേ? മോള് ഹോസ്പിറ്റലിൽ മത്തയുടെ വാലും പിടിച്ച് നടപ്പുണ്ട്. ഞാൻ പോയി വിളിക്കാം. മോളിങ് വന്നോളും. നീ പോയി കിടക്ക്, ഞാൻ കാപ്പി ഉണ്ടാക്കാം. നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല. ഡോക്ടർ കാണണോ? വേണ്ട, കുറച്ചു നേരം കിടന്നാലൊന്ന് മാറും. എന്നായി കാപ്പ് കുടിച്ചിട്ട് കിടന്നു. ഇവളുടെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വിഷമമാണ്. വല്ലാത്ത വികൃതിയാ, ഒരിടത്തും അടങ്ങിയിരിക്കില്ല. കുഞ്ഞുങ്ങളായ കുറെ കുസൃതിയൊക്കെ വേണം അല്ലേ മോളെ? ആ പിന്നല്ലാതെ മമ്മിയെ പോലെയാ ഞാൻ. വെരി സ്മാർട്ടാ അല്ലേ ഒറ്റയ്ക്ക? പിന്നെ അല്ലേ? അയ്യോ, ഞാനിന്ന് എപ്പോഴും ഉറങ്ങുന്ന ഭാവിയെ കണ്ടില്ല. കൊച്ചുണ്ടാ, കൊച്ചു മൂക്ക്. മമ്മി, ഞാൻ ആ ഭാവിയെ കണ്ടിട്ട് ഇപ്പൊ വരാട്ടോ. എല്ലാം ഫേറ്റാണ് കുട്ടി. സൂസി പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ജീവിതകാലം മുഴുവൻ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. മരണം അതാർക്കും ഏത് നിമിഷവും സംഭവിക്കും. രേഖയുടെ ഹസ്ബൻഡിന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നത് ഒരു ബൈക്ക് ആക്സിഡന്റിന്റെ രൂപത്തിലായിരുന്നു, അത്രമാത്രം. രമ്യമോൾ അവളുടെ ഡാഡിയെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ടോ? ഇല്ല. രമ്യമോൾക്ക്
അവളുടെ അച്ഛനെ കണ്ട ഓർമ്മ പോലും ഉണ്ടാവില്ല. സോറി, ഓർമ്മിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. മോളെ, എനിക്കൊരു മകളില്ല, മരുമകളുമില്ല. നിന്നെ കണ്ടപ്പോ, നിന്റെ കഥകൾ അറിഞ്ഞപ്പോ എനിക്കില്ലാത്തതിന്റെ മകളുടെ ദുഃഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. സാന്ത്വന വാക്കുകൾ വെറും ഫോർമാലിറ്റീസ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും അതുകൊണ്ട് നിന്റെ മനസ്സിനൊരു അല്പം ആശ്വാസം ലഭിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല മോളെ. ഞാൻ വരട്ടെ. രേഖേ, ഇതെന്റെ മകൻ ബാലചന്ദ്രൻ, പൈലറ്റ് ഓഫീസറാണ്. ഇത് രേഖ, രമ്യയുടെ അമ്മ. ഷീസ് വർക്കിംഗ് ദി അഡ്മിറൽ ട്രാവൽസ്. ഞാൻ വരട്ടെ. മത്തായി, സൂസിയുടെ അവര് മൂന്നാമാറ്റി പോയി. സിസ്റ്റർ വന്ന് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടാ. വാച്ച് നടക്കണില്ല. ബാലേട്ടാ, ആരാ അത്? അത് ആ വിശ്വനാഥ് സാറിന്റെ മകനാ, സുസി താക്കോൽ.